ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എം ഡിയുടെ രണ്ടാം ഊഴം സിനിമയാകുന്നു. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മുകളിലായി. ഒരുപക്ഷെ 15-20 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇതിൻ്റെ ചർച്ചകളും നടന്നു. 1984 എം ടി വാസുദേവൻ നായർ എഴുതിയ ഒരു നോവലാണ് രണ്ടാം ഊഴം. ഏറെയും നമുക്ക് ആരോടും ഇത് പറയേണ്ട ഇതെന്താണ് സംഭവം എന്നുള്ളത്. നേരത്തെ ശ്രീകുമാർ മേനോൻ മോഹൻലാലിനെ വെച്ച് എടുക്കാൻ ഏറെക്കുറെ ഉറപ്പായതാണ്. പിന്നീട് എം ടി തന്നെ തിരക്കഥ തിരിച്ചു വാങ്ങുന്ന കാര്യവും നമ്മൾ കണ്ടു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ഫിഗറിലേക്ക് ടച്ച് ചെയ്യാൻ നിങ്ങളേവരും സഹായിക്കണം. 1984 രചിച്ച ഈ ഒരു നോവൽ ഇന്ന് സിനിമയാക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ ആരാധകരുടെ മനസ്സിൽ തെളിയുന്ന ഒരേ മുഖം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും. പലപ്പോഴും ഇവർ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രവുമാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കഥ, അത് ഏവരുടെയും കൊതിയാണ്. ഇങ്ങനെയൊരു സിനിമ, അത് ഇങ്ങനെയൊരു കഥ സിനിമയാകുമ്പോൾ അഭിനയിക്കാനും. അത്രത്തോളം മാനസിക സംഘർഷങ്ങളും അങ്ങനെയുള്ള പല തലങ്ങളിലൂടെ അഭിനയിച്ച് പോകേണ്ട ഒരു സിനിമ തന്നെയാണ് രണ്ടാം ഊഴം. നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതറിയാൻ കഴിയും. ഇതിനകത്തിൽ നമ്മൾ മഹാഭാരതത്തിൽ കരുതുന്ന പോലെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും മാത്രമല്ല, അല്ലെങ്കിൽ അതിനല്ല ഇമ്പോർട്ടൻസ്. ഇത് ആ മനോവ്യാപാരത്തിന് തന്നെയാണ് ആ ഒരു ഭീമനായി അഭിനയിക്കുന്ന ആളുടെ. ഒപ്പം ഒരുപാട് താരങ്ങളും വേണം. ഇപ്പോൾ എം ടിയുടെ കുടുംബം തന്നെ മുൻകൈയെടുത്ത് ഈ സിനിമ, ഈ ഒരു കഥ സിനിമയാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. 2 പാർട്ടുകളായിട്ട് രണ്ടാം ഊഴം എത്തുന്നു. അതിനുവേണ്ടി മണിരത്നത്തെ ആണ് അവർ ആദ്യം അപ്രോച്ച് ചെയ്ത് അദ്ദേഹം പുതിയൊരു പേജ് സജസ്റ്റ് ചെയ്യുകയും അങ്ങനെ രാജമൗലിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഈ ഒരു കഥ ഒരു സിനിമയാവുകയാണെങ്കിൽ തീർച്ചയായും അത് മലയാളം ബേസ് തന്നെയായിരിക്കും എന്നാണ്. ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്കുള്ള സിനിമ, അത്രത്തോളം ബഡ്ജറ്റ് വരുന്ന, അത്രത്തോളം ഹ്യൂജ് താരങ്ങൾ അണിനിരക്കേണ്ട സിനിമ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ, ഇപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണുകയുണ്ടായി. എം ടിയെക്കുറിച്ച് പറയുന്ന പഴയ ഒരു ഇതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എം ടി എഴുതുന്ന ഓരോ കഥയിലും അതിൽ അവസാനം എഴുതി വരുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ മമ്മൂട്ടിയായി കാണാറുണ്ട് എന്നുള്ളെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് മമ്മൂട്ടിയുടെ ഛായ അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എം ടിയുടെ ഭീമന് എൻ്റെ ശബ്ദമായിരുന്നു എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല, അതുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത്. നമ്മൾ അതിന് മുമ്പ് കേട്ടതാണ്. ശ്രീകുമാർ മേനോൻ മോഹൻലാലിനെ വെച്ചെടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉറപ്പായി തിരക്കഥ കൊടുത്തു, പിന്നീട് അത് തിരിച്ചു വാങ്ങുന്ന കാര്യം. അങ്ങനെ സിനിമയ്ക്ക് രണ്ടാം ഊഴം വരികയാണ്. അതെ, കഥ പറഞ്ഞ പോലെ തന്നെ രണ്ടാം ഊഴം തന്നെയാണ് വരുന്നത്. അങ്ങനെ സിനിമ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാസ്റ്റ്? ഈ ഒരു സിനിമ നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിൽ നായകനായി എത്തുന്ന ആൾ, അല്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ 2 പാർട്ടായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നാൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. മമ്മൂട്ടിക്കാണേലും മോഹൻലാലാണേലും അവരുടെ ഇപ്പോഴത്തെ ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ അതൊരു അപ്രാപ്യമായ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും മോഹിക്കുന്നു മമ്മൂട്ടി ആരാധകർക്ക് മമ്മൂട്ടിയാകാനും മോഹൻലാൽ ആരാധകർക്ക് മോഹൻലാലാകാനും. എന്താണെങ്കിലും ഇവർ രണ്ടുപേരും കഴിഞ്ഞ് വേറെ ആരെയും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവരിൽ ഒരാൾ തന്നെ ആയിരിക്കും ഭീമൻ എന്നുള്ളത്. കാരണം കാസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. നിങ്ങളുടെ മനസ്സിൽ ഭീമൻ്റെ ഛായ മോഹൻലാലിനാണോ മമ്മൂട്ടിക്കാണോ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.